ബംഗ്ലാദേശ് പൂർണ്ണാർത്ഥത്തിൽ തകർന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കുറേയായി പുറത്തു വരുന്നു. കാരണം ബംഗ്ലാദേശിന് യാതൊന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രൊവിഷൻ നിലവിലില്ല. അവരുടെ വ്യവസായമായിരുന്നാലും എന്ത് തന്നെയായിരുന്നാലും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രൊവിഷൻ ഇല്ല എന്ന് നമുക്കറിയാം. അവർ പലപ്പോഴും നമ്മുടെ ഭാരതത്തെയാണ് ഇതിനെല്ലാം ആശ്രയിക്കുന്നത്. എന്നാൽ ഭാരതത്തെ പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യും. ഇപ്പോഴങ്ങനെയാണ് ബംഗ്ലാദേശ് പൊക്കോണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റഷ്യ യുക്രൈനുമായിട്ട് യുദ്ധം നടക്കുന്നു. എന്നാൽ യുക്രൈന് ഗ്യാസ് കൊടുക്കുന്നത് റഷ്യയാണ്. റഷ്യയുടെ ഗ്യാസ് യുക്രൈൻ മേടിച്ചു കഴിഞ്ഞ ശേഷം റഷ്യയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നത് പോലെ ബംഗ്ലാദേശിന് ഇന്ത്യയുടെ സകല സഹായങ്ങളും വേണം. എന്നാൽ ഇന്ത്യയെ എപ്പോഴും തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ബംഗ്ലാദേശിലെ നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബംഗ്ലാദേശ് ഇന്ത്യയോട് കൈനീട്ടിയിരിക്കുകയാണ്. 2 ലക്ഷം ടൺ അരി ഞങ്ങൾക്ക് വേണം എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയോട് കൈനീട്ടി പറയുന്നത്. ഈ 2 ലക്ഷം ടൺ അരി ബംഗ്ലാദേശിന് വേണം എന്ന് ബംഗ്ലാദേശ് അവിടെ നിന്ന് പറയുമ്പോൾ പല മാധ്യമങ്ങളും ഇതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തോടാണ് ബംഗ്ലാദേശ് ഇത് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പല മാധ്യമങ്ങളും വ്യാഖ്യാനിക്കുന്നത്. 2 ദിവസം മുമ്പ് വന്നൊരു വാർത്ത, ഇന്ത്യ ബംഗ്ലാദേശിന് 25,000 ടൺ അരി കൊടുത്തു എന്നാണ്. പലവിധ രോഷങ്ങളും നമ്മുടെ ജനങ്ങൾക്കിടയിൽ നിന്നും അതിൽ ഉണ്ടായി. എന്തിനാണ് ബംഗ്ലാദേശിന് അരി കൊടുക്കുന്നത്? ബംഗ്ലാദേശ് അവിടെ ഹിന്ദുക്കളെ പീഡിപ്പിക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നില്ല എന്നൊക്കെയുള്ള രോഷങ്ങളൊക്കെ പല ജനങ്ങളും പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബംഗ്ലാദേശിന് ഇന്ത്യ അല്ല അരി കൊടുത്തത് എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. ഇന്ത്യ അല്ല അരി കൊടുത്തത്, മറിച്ച് ബംഗ്ലാദേശിന് അരി കിട്ടിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് എന്നുള്ളത് സത്യമാണ്. കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് വരികയാണെങ്കിൽ, ഈ ബംഗ്ലാദേശ് 50,000 ടൺ അരി ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ ലോകത്ത് എല്ലാം തന്നെ ബംഗ്ലാദേശ് വലിയ രീതിയിൽ ടെൻഡർ വിളിക്കുകയുണ്ടായി. ഈ ടെൻഡറിൽ ഇന്ത്യയിൽ നിന്നാണ് ബംഗ്ലാദേശിന് ഏറ്റവും കുറഞ്ഞ ടെൻഡർ കിട്ടിയത് എന്നുള്ളതാണ് ഒരു വസ്തുത. ബംഗ്ലാദേശ് 2 ലക്ഷം ടൺ അരിയൊക്കെ ചോദിക്കുമ്പോൾ ലോകത്തിലെ ഒരു രാജ്യങ്ങൾക്കും ഇതൊന്നും ബംഗ്ലാദേശിന് കൊടുക്കാനുള്ള യാതൊരുവിധ കഴിവുമില്ല. അരി കൊടുക്കാനുള്ള ഒരേ ഒരു കഴിവ് ഇന്ത്യക്കും ബ്രസീലിനും മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ബ്രസീലിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് അരി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, ട്രാവലിംഗ് കോസ്റ്റ്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ അയൽ സംസ്ഥാനമായതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന് അരി കൊടുക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കുറവ് ടെൻഡർ ഒരു ദക്ഷിണേന്ത്യൻ കമ്പനി ബംഗ്ലാദേശിന് കൊടുത്തത്. അതിന് പ്രകാരമാണ് ഈ അരി അങ്ങോട്ടേക്ക് കൊടുക്കാം എന്നുള്ള ഒരു കരാറിലെത്തിയത്. $456 ഏറ്റവും കുറഞ്ഞ ടെൻഡർ അവിടെ ബിഡ് ചെയ്തത് എന്നും നമുക്ക് മനസ്സിലാവുന്നു. 25,000 ടൺ അരി ബംഗ്ലാദേശിന് ഇന്ത്യ, അതായത് ഈ കമ്പനി അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തു. 50,000 ടൺ വേണമെന്ന് പറഞ്ഞപ്പോൾ 25,000 ടൺ മാത്രമേ അയച്ചു കൊടുത്തുള്ളൂ എന്നുള്ളത് നമ്മൾ ഇതിൽ ചേർത്ത് വായിക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം ബംഗ്ലാദേശ് നമ്മുടെ കമ്പനിയോട് ഇവിടെ നിന്ന് അരി ചോദിക്കുമ്പോൾ അവർക്ക് ഏറ്റവും കുറഞ്ഞ ടെൻഡറിൽ അരി ഇവിടെ നിന്ന് ഒരു കമ്പനി കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ പോർട്ട് കഴിഞ്ഞ് പോകണമോ വേണ്ടയോ, നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ബംഗ്ലാദേശിൽ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ പവർ ഉള്ളത് നമ്മുടെ രാജ്യത്തിനാണ്. ഇതാണ് ഇതിലെ കളി എന്ന് പറയുന്നത്. ആ പവർ നമ്മുടെ രാജ്യത്തിനാണ്. 50,000 ടൺ അരി ചോദിച്ചപ്പോൾ 25,000 ടണ്ണ് മാത്രമേ ഇന്ത്യ ബംഗ്ലാദേശിനെ കൊടുത്തിട്ടുള്ളൂ. കാരണം ബംഗ്ലാദേശിൽ ഇപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ അതിഭീകരമായിട്ടുള്ള ക്ഷാമമാണ് നേരിടുന്നത് എന്നതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് ഈ 25,000 ടണ്ണെങ്കിലും നമ്മൾ ബംഗ്ലാദേശിന് കൊടുക്കണം എന്നുള്ളത് ഒരു മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന കൊണ്ടാണ് ഇന്ത്യ അങ്ങനെ ചെയ്തത്. കാരണം ഇത് നമ്മുടെ അതിർത്തി കടത്തിവിട്ടത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബംഗ്ലാദേശിനെ ഇതുവരെ ഒഫീഷ്യലായിട്ട് ഇന്ത്യ നമ്മുടെ ശത്രു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പാകിസ്ഥാനെ നമ്മുടെ ശത്രു രാജ്യമായിട്ട് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ മാത്രമല്ല, ലോകരാജ്യങ്ങൾ മുഴുവൻ പാകിസ്ഥാനെ പല ലിസ്റ്റുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഭീകരന്മാരുടെയൊക്കെ ഒരു ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. അരി കൊടുക്കാനുള്ള ആ കപ്പാസിറ്റി ഇന്ത്യക്ക് മാത്രമുള്ളത് കൊണ്ട് ഇപ്പോൾ വീണ്ടും ബംഗ്ലാദേശ് 2 ലക്ഷം ടൺ അരി ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. കാരണം 50,000 ചോദിച്ചിട്ട് ഇവിടെയുള്ള അതിർത്തി കടത്തി അത് ഞാൻ വിട്ടില്ല, 25,000 കൊടുത്തിട്ടുള്ളൂ. ഇനി 2 ലക്ഷം ടൺ അരി കൂടെ ഞങ്ങൾക്ക് വേണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജനങ്ങൾ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇവർ ഏറ്റവും പ്രധാനമായും പറയുന്ന ഒരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.